പാവപ്പെട്ടവരുടെ നെഞ്ചത്തടിച്ച് നിങ്ങൾക്ക് മാർക്കറ്റ് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല. അതിന്റെ ഉടമകൾ ആരാണ് എന്ന് പ്രഖ്യാപിക്കണം. അതിന്റെ മുഴുവൻ കടലാസുകളും അല്ല, ഇത് ബിനാമിയാണെങ്കിൽ ആ ബിനാമി ഇടപാടിനെ കുറിച്ചും അന്വേഷണം വേണം. ഒരുത്തിയിൽ 320 വോട്ടും ഒരുത്തിയിൽ 248 വോട്ടും. രണ്ടും അറിയപ്പെടുന്ന CPM ഒരു കെട്ടിടത്തിന് എത്ര 327 വോട്ട്. അദ്ദേഹം ബാങ്ക് CPM നേതൃത്വത്തിലുള്ള ബാങ്ക്. ഇങ്ങനെയുള്ള ഒരു സംവിധാനമാണ് കോഴിക്കോട് കോർപ്പറേഷൻ. പാവപ്പെട്ടവരുടെ നെഞ്ചത്തടിച്ച് നിങ്ങൾക്ക് മാർക്കറ്റ് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഡൽഹിയിലെ പാലിക ബസാർ മോഡലിൽ ഞങ്ങൾ അവിടെ ഒരു സംവിധാനം കൊണ്ടുവരും. പാലിക ബസാർ മോഡൽ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ഷോപ്പുകൾ, അടിയിലും അതിന് മുകളിൽ നമ്മുടെ ഏറ്റവും നല്ല പാർക്കിംഗ് ഉള്ള സംവിധാനമാണ് ഡൽഹി നഗരത്തിന്റെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ കാണുന്ന പാലിക ബസാർ. ആ പാലിക ബസാർ മോഡലിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഈ പാവപ്പെട്ടവരെ സംരക്ഷിക്കും എന്ന് മാത്രമല്ല, സാറ്റലൈറ്റ് സംവിധാനത്തിൽ പാർക്കിംഗ് ഏർപ്പെടുത്തി ഈ ഗതാഗത കുരുക്കിൽ നിന്ന് ഈ നഗരത്തെ ഞങ്ങൾ മോചിപ്പിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. 50 കോടി കൊണ്ട് നവീകരിച്ച കോഴിക്കോട്ടെ മാർക്കറ്റ് 65 കോടിയുടെ പുതിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയാണ് മത്സ്യ മാർക്കറ്റ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഒരു പാവപ്പെട്ടവന് ഒരു കുടില് കെട്ടണമെങ്കിൽ നിങ്ങൾ CRZ എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കില്ലേ? എന്നാൽ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർബക്സിന് വേണ്ടി കൊടുത്തിട്ടുള്ള കെട്ടിടം പെർമനന്റ് കെട്ടിടം. പഴയ കാലങ്ങളിൽ അതിന് പെർമനന്റ് ആയിട്ടുള്ള ഏത് സമയം പൊളിച്ചു മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് അനുമതി കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ സമ്പൂർണമായി കാലാകാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റാർബക്സിന്റെ കെട്ടിടം. സ്റ്റാർബക്സ് എന്ന് പറയുന്നത് വാടകയ്ക്ക് കൊടുത്തത്. കുത്തകകൾക്കെതിരായിട്ടുള്ളവർ നിർമ്മിച്ച കെട്ടിടത്തിൽ സ്റ്റാർബക്സിന് വരാം. പിന്നെ അവിടെ പാവപ്പെട്ട ഒരുത്തൻ ഇവിടെ ഒരു കച്ചവടം നടത്താൻ നോക്കിക്കഴിഞ്ഞാൽ അവന് രാവും പകലും ഈ രാജ്യത്ത് നെട്ടോട്ടമാണ്. പ്രിയപ്പെട്ടവരെ, ആ ബിൽഡിങ്ങിന്റെ ഉടമകൾ ആരാണ് എന്ന് വെളിപ്പെടുത്തും. അതിന്റെ ഉടമകൾ ആരാണ് എന്ന് പ്രഖ്യാപിക്കണം. അതിന്റെ മുഴുവൻ കടലാസുകളും അല്ല, ഇത് ബിനാമിയാണെങ്കിൽ ആ ബിനാമി ഇടപാടിനെ കുറിച്ചും അന്വേഷണം വേണം. കോഴിക്കോട് കോർപ്പറേഷനിൽ 45 വർഷത്തിലധികമായി 50ഓളം വർഷത്തിന് അടുത്തായി CPMന്റെ നിയന്ത്രണത്തിലാണ്. കൃത്രിമ മാർഗത്തിലൂടെയാണ് പലപ്പോഴും അധികാരം അവർ പിടിച്ചെടുത്തത്. 2010 നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പം ഇതിനോട് എലത്തൂരും വേപ്പൂരും കൂടി ചേർത്താണ്. നേരത്തെ നിലവിലുണ്ടായിരുന്ന കോർപ്പറേഷൻ സംവിധാനത്തിലാണെങ്കിൽ UDFന് ഭരണം കിട്ടുമായിരുന്നു. അത് കിട്ടുമെന്ന് കണ്ടപ്പോഴാണ് ഇപ്പം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോഴാണ് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയിരുന്നത്. അതുമാത്രമല്ല, കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നേരത്തെ ഞങ്ങൾ തുടങ്ങി വെച്ച സമരത്തിന്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന ഈ വളയ സമരം. ഇതിനെ ഈ പറഞ്ഞ പോലെ കോർപ്പറേഷൻ ഏത് വിധത്തിലും അധികാരം പിടിക്കാന്നുള്ള ലക്ഷ്യത്തോടെയാണ് CPM ഇത്തരത്തിൽ മാറാട് അടക്കം കൃത്രിമത്വം. തീർച്ചയായും മാറാട് മാത്രമല്ല, പുത്തൂരിൽ 400, അതുപോലെ 500, 4ാം ഡിവിഷനിൽ 400 നമ്പർ വീട്ടിൽ 500 നമ്പർ വീട്ടിലും ഒരുത്തിയിൽ 320 വോട്ടും ഒരുത്തിയിൽ 248 വോട്ടും വന്നു. രണ്ടും അറിയപ്പെടുന്ന CPMന്റെ വീടുകളാണ്. ഒരു വീട്ടിനകത്ത് 320 വോട്ട് എന്ന് പറയുന്നത്. ഒരു കെട്ടിടത്തിന് എത്ര 327 വോട്ട്. അദ്ദേഹം ബാങ്ക് CPM നേതൃത്വത്തിലുള്ള ബാങ്ക്.
ഇത് സ്വാഭാവികമായിട്ട് അത് പിടിക്കാൻ വേണ്ടിയാണല്ലോ ഇത് നടത്തുന്നത്. അല്ല, ഒരു വികസനവും ഇല്ലല്ലോ, നഗരത്തിൽ പുതിയതൊന്നും വന്നിട്ടില്ല. നിലവിലുള്ള ഈ കോർപ്പറേഷൻ കെട്ടിടം 19 കോടിക്ക് അറ്റകുറ്റപ്പണി നടത്തി എന്ന് പറയുമ്പോൾ പുതിയൊരു കെട്ടിടം ഉണ്ടാക്കട്ടെ, അതുമില്ല. എന്താ ചൂണ്ടിക്കാട്ടേണ്ടത്? എന്ത് മാറ്റമാണ് കിഡ്സൺ കോർണറിൽ പ്ലാസ വരും, പാർക്കിംഗ് പ്ലാസ വരുന്നുണ്ട്? ഇല്ലല്ലോ. സ്റ്റേഡിയത്തിൽ പാർക്കിംഗ് പ്ലാസ വരുന്നുണ്ട്? ഇല്ലല്ലോ. നമ്മുടെ ലിങ്ക് റോഡിൽ പാർക്കിംഗ് പ്ലാസ 8 വർഷമായി പ്രവർത്തി തുടങ്ങിയിട്ട് ഒരു കുറ്റവാളിയായിട്ടുള്ള ഒരാളാണ് ഇതിന്റെ കോൺട്രാക്ടർ എന്നൊക്കെ. ഇങ്ങനെയുള്ള ഒരു സംവിധാനമാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിലൊക്കെ അനധികൃത നിർമ്മാണവും കച്ചവടത്തിലും നടക്കുന്നത്. പരസ്യമിനത്തിൽ കിട്ടേണ്ട വരുമാനം എവിടെ? പരസ്യ കമ്പനി ആരാണ്? പരസ്യത്തിന് അത് കുത്തകയാക്കി വെച്ച് അത് മൊണോപ്പൊളിയായി വെച്ച് മറ്റാർക്കും കടന്നു വരാത്ത രൂപത്തിൽ അതിലൂടെ പണം സമ്പാദിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയുള്ള സർവത്ര അഴിമതിയാണ് ഈ കോർപ്പറേഷൻ നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സെൻട്രൽ മാർക്കറ്റ് പൊളിച്ചു പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ മാർക്കറ്റ് 50 ലക്ഷത്തിന് മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ചതാണ്. അതിപ്പോൾ 50 കോടിക്ക് ഇപ്പൊ 65 കോടി കൂടെ പുതിയ ഉണ്ടാക്കുന്നത് DPR ഉണ്ടാക്കുന്നത് കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട്. ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് വരുന്ന ഇലക്ഷൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇലക്ഷനിൽ ജനമനസ്സുകൾ ഉണ്ടാകുമല്ലോ. ജനമനസ്സുകൾ ഉണ്ട് മാത്രമല്ല, നേരത്തെ കൂട്ടിച്ചേർത്ത എലത്തൂർ വേപ്പൂർ ഭാഗങ്ങളിൽ നഗരത്തോടൊപ്പം ചേർന്നാൽ കൂടുതൽ വികസനം എത്തുമെന്ന് കണ്ട സാധു ജനങ്ങൾക്ക് ഒരു വികസനം എത്തിയില്ല. അവരുടെ പ്രതിഷേധം ഉണ്ടാവും ഇത്തവണ. ആ ഭാഗങ്ങളിൽ നിന്ന് ക്രമാതീതമായ സീറ്റ് UDF അനുകൂലമായി വരും. അതൊക്കെ കണ്ടതുകൊണ്ടാണ് കള്ളവോട്ട് ചേർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും വളരെ ശക്തമായ ഒരു സമരത്തിനാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, പോലീസുകാർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി അഭ്യർത്ഥിച്ചിട്ടും തയ്യാറാകാത്ത രീതിയിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ഗേറ്റ് തങ്ങൾ താഴിട്ട് പൂട്ടും, അഴിമതിക്കാരാണ് ഇതിനുള്ളിലുള്ളത്, അവരെ തങ്ങൾ ഇതിനകത്ത് താഴിട്ട് പൂട്ടും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.